ജനറൽ ഹോസ്പിറ്റലിലെ ഈ കെട്ടിടങ്ങൾക്കാണ് ആദ്യം ചികിത്സ വേണ്ടത്. സർക്കാരിലെ വിദഗ്ധർ തന്നെ ഇടപെട്ടാലേ സർജറി നടക്കൂ. 9 മാസം മുമ്പ് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ ആരോഗ്യവകുപ്പ് അനുമതി നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. പുതിയ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കെട്ടിടം പൊളിക്കാൻ വകുപ്പ് അനുമതി നൽകിയത്. എന്നാൽ കെട്ടിടങ്ങൾക്ക് സമീപത്ത് നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയത് മാത്രമാണ് 9 മാസത്തിനിടെ നടത്തിയ പ്രവർത്തനം. കോർണറിലെ പണ്ടത്തെ 3, 4, 5, 6, 7 വാർഡുകൾ അതെല്ലാം അങ്ങനെ പഴയ വാർഡ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഉപയോഗശൂന്യമായ ഒരുപാട് കെട്ടിടങ്ങളും ഇങ്ങനെ നിൽപ്പുണ്ടല്ലേ? അതിൻ്റെ അകത്തുണ്ട്. ഒരു പൊളിച്ചിട്ടില്ല, ഇതുവരെ പൊളിച്ചിട്ടില്ല. പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ, വൃത്തിഹീനമായ ശുചിമുറി, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാവരും ഹാപ്പിയാണെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. എല്ലാവരും ഹാപ്പിയാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. മരുന്നിന് പ്രശ്നമില്ല, ഒപിക്ക് പ്രശ്നമില്ല, കൂട്ടിരിപ്പുകാർക്ക് പ്രശ്നമില്ല. എല്ലാം വളരെ സുഗമമായി നടന്നു പോകുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കാഴ്ചകളും ദുരിതങ്ങളുമാണ് ഇത്രയും നേരം കണ്ടതെങ്കിൽ ഇനി നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് പോകാം. അവിടെയുമുണ്ട് കാഴ്ചകൾ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. നേരത്തെ വാർഡായി ഉപയോഗിച്ചിരുന്ന ഇരുനില മന്ദിരമാണ് അപകടാവസ്ഥയിലുള്ളത്. അപായ സൂചന ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.